ചില സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്ന സമയത്ത് മാം ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന പാട്ട് കേൾക്കുമ്പോഴാന്ന് പറയാം അല്ലേ? അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ടെൻഷനോ അങ്ങനെ ഒന്നും ഇല്ല, പക്ഷെ എന്നാലും അല്ല ടെൻഷനേ വേണ്ട. എന്നാലും മാം നല്ലതായിട്ട് പാടുമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാവേ. ഒരു ചെറിയ പാട്ട് പാടി, ഒരു വരിയൊക്കെ പാടാവേ. ഇത്രയും പാട്ടും കേട്ട് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ. ഒരു പാട്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടാ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പായ് മണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ, കണി കണ്ടുവരാം കുളിർച്ചൂടി വരാം, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഒത്തിരി പ്രസംഗിക്കുന്നോണ്ടാന്ന് തോന്നുന്നു ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരാൾ. അപ്പൊ പ്രസംഗിക്കാതിരിക്കുന്ന സമയത്തൊന്ന് പാടിച്ചാലോ? നന്നായിട്ട് പാടുകയല്ലേ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മാം ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അതാണോ ഈ പ്രസംഗിക്കാനൊക്കെ ഒത്തിരി വാക്കുകൾ മാമിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മേ ബി ഞാനൊരു ഒബ്സർവേറ്റ് ചെയ്യുന്നതാണ്. എല്ലാം ഒബ്സർവ് ചെയ്യും ഞാൻ. അത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് കുഞ്ഞുനാളിൽ എന്തോ കിട്ടിയതാവാം. അതായത് മേ ബി ഇൻബോൺ ടാലന്റ് അല്ല, ആർജിച്ചെടുത്തതാവാം. ഇപ്പൊ 10 പേര് ഇരിക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും വിഷമമുള്ള കുഞ്ഞിനെ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാറുണ്ട്. എക്സ്പീരിയൻസ് ആവാം. ഞാൻ അവരെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ ചിലപ്പം ഞാനൊരു പണി ചെയ്യും, ഞാൻ ചോദിക്കും നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കും. കാരണം എനിക്കല്ലാതെ അവരെ കിട്ടത്തില്ല. അപ്പം അവാർഡൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ 10-50 കുട്ടികൾ വരും. അതെനിക്കറിയാം, ഒരു 2-3 പേര് ഡൗണാ, പഠിക്കാൻ ഭയങ്കര കഴിവ്. അപ്പം നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയും. സെൽഫി എടുത്തിട്ട് ഞാൻ പറയും നമ്പർ തരാമോ, ഞാനിത് അയച്ചു തരാമെന്ന് പറയും. കാരണം എനിക്ക് ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയാ. അങ്ങനെ കുട്ടികളെ കിട്ടാറുണ്ട്. അവർക്ക് കുഞ്ഞു അഡ്വൈസസ് കൊടുക്കാറുണ്ട്, സഹായങ്ങളൊക്കെ എന്നെ കൊണ്ട് എന്റെ കൊക്കിൽ ഒതുങ്ങുന്നതൊക്കെ. അത് ഏറ്റവും നല്ല കാര്യം. ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് പൊളിറ്റീഷ്യനാണ്. എൻ്റെ ലൈഫില് അനിയിപ്പോൾ എന്നോട് ചോദിക്കുക എന്താണ് എൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചാൽ, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇത്രയും വർഷം ഒരു കറപ്ഷനും ഇല്ലാതെ പൊളിറ്റിക്കൽ ലൈഫിൽ ജനങ്ങളോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എക്സ്ട്രാ വരുമാനം, വേറെ ജോലി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആരും അറിയാതെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ കൊച്ചു എന്നോട് ചോദിക്കും, അവരാരും അറിയാതെ എനിക്ക് മെസ്സേജൊക്കെ ഇടും, പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം പറ്റുമോ, എൻ്റെ ചിലപ്പോൾ അന്നേരം എൻ്റെ ഗൂഗിൾ പേ ബാലൻസ് അനുസരിച്ച് പറ്റുന്നത് നമ്മൾ സഹായിക്കും. അങ്ങനെ കുറച്ച് മക്കളൊക്കെ ഹൃദയത്തിനകത്ത്. നല്ലതല്ലേ മാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ല. ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ഇതാ, സെൽഫി എടുക്കും. അപ്പൊ ഇനി നമ്മളും അത് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫോൺ നമ്പർ, ഇതൊക്കെ നല്ലൊരു കാര്യം. അവരറിയത്തുമില്ല, പക്ഷെ എന്നാൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഒക്കുകയും ചെയ്യും. എനിക്ക് എന്നെ കാണുമ്പോൾ 10 പേരെ കാണുമ്പോൾ അതിലൊരു കുഞ്ഞ് നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. നല്ല അമ്മമാർക്കെല്ലാം മനസ്സിലാകും, നല്ല സ്ത്രീക്ക് മനസ്സിലാവും. അപ്പം അതിനും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒബ്സർവേഷൻ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാകും. ചിലർ ചോദിക്കുമ്പം വീട്ടിൽ അച്ഛനുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് അമ്മ വീട്ടു ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും വയ്യാത്തവരിക്കും. അങ്ങനെ കുറേ മക്കളുണ്ട് എനിക്ക്. അവർക്കൊക്കെ എന്നെ ഭയങ്കര ജീവനാ. എനിക്ക് എൻ്റെ ബാലൻസ് ഷീറ്റ് അതൊക്കെയാ. അതാ ആ ഒരു സന്തോഷവും തൃപ്തിയും അല്ലേ, നമ്മുടെ മനസ്സ് നിറയും. അത് മാമിന് ശരിക്കും ഒരു പൊളിറ്റിക്സിലെ ഒരു റോൾ മോഡലാണ്. എനിക്ക് ഞാൻ കണ്ടിപ്പം നമ്മളെ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സിഎമ്മിൻ്റെ കാലിബർ ഉണ്ടാവണം. ഭയങ്കര കാലിബറാണ്. ആരെങ്ങനെ തളർത്താൻ നോക്കിയാലും തളരില്ല. ഇതൊക്കെ പോവാൻ പറ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, എന്തൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ സഭയിൽ ഇങ്ങനെ ആദരവോടെ നോക്കിയിരിക്കും. ചെറുപ്പക്കാരേക്കാൾ ഊർജിതം ആ സഭയിൽ ആൻസർ പറയാനും എല്ലാം ഭയങ്കര കോൺഫിഡന്റ് ആണ് അല്ലേ അദ്ദേഹം. 100% ആണ്. ആക്ച്വലി ബേസിക്കലി ഞാൻ ഇന്ദിരാഗാന്ധി ഭയങ്കര ഫാനാണ്. കാരണം ഇന്ദിരാഗാന്ധി ഡാൻസ് ചെയ്യുമായിരുന്നു. ഇന്ദിരാഗാന്ധി ശാന്തി നികേതനിൽ പഠിച്ചതാണ്. ടാഗോറിൻ്റെയൊക്കെ ശിഷ്യാണല്ലോ. കൂടാതെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണല്ലോ. ആ ടൈമിൽ അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കര രസമാണ് വായിക്കാനായിട്ട്. ഈവൻ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ വായിപ്പിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളോട് പറയും, മോനെ ഡോക്ടർ ആവണേ, മോനെ എഞ്ചിനീയർ ആവണേ, മോനെ നീ പണം ഉണ്ടാക്കണേന്ന് പറയും. പക്ഷേ ജവഹർലാൽ ഇന്ദിരയോട് പറഞ്ഞത് എന്താ, എങ്ങനെയാണ് വർഷങ്ങൾ കൊണ്ട് ഒരു പാറ ഉരുണ്ട് വന്ന് അത് മനോഹരമായ മുത്തും ചിപ്പിയും ഒക്കെ ആയി കടലിൽ നിന്ന് വരുന്നതൊക്കെ പറ്റി അതിനെങ്ങനെ ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ലോക കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പ്രകൃതിയുടെ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കുറേ
വ്യത്യസ്തമായ രാഷ്ട്രീയം, അത് അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്, നൗ ഇറ്റ് സെൽഫ് ഐ ആം എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്. അപ്പം അത് ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് അവരുടെ ബോൾഡ്നെസ്, അവരുടെ ബ്യൂട്ടി, അവരുടെ ഡ്രസ്സിങ് സെൻസ്, പിന്നെന്താ കാലിബർ, നമുക്കും അതൊക്കെ ആവാൻ നമ്മളൊരു ആഗ്രഹിക്കും അല്ലേ? ഡെഫിനറ്റ്ലി ഭയങ്കര മിടുക്കിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ലൈനിൽ അവർക്കും പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ചൈൽഡ്ഹുഡ് വളരെ നല്ല ശാന്തിനികേതനിലൊക്കെ അല്ലേ പഠിച്ചതും, ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു അവര്. ഡാൻസ് പഠിച്ചതാ. അവരൊരു അസാധ്യ കോംബോ ആയിരുന്നു കേട്ടോ ആള്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് ബിയോണ്ട് പൊളിറ്റിക്സ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ബട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്കൽ ലീഡർ നോ ഡൗട്ട് നമ്മുടെ സെയിം. Ali's Kitchen. Let's cook with love.